വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാറ്റഗറി 3യുടെ സിലബസ് പ്രകാരമുള്ള സൈക്കോളജിക്കൽ തിയറീസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സിലബസിലെ ഏറ്റവും ആദ്യത്തെ ഭാഗത്തുള്ള കാറ്റഗറി സിലബസിന്റെ ഫസ്റ്റ് മൊഡ്യൂളാണ്. എന്ന് വെച്ചാൽ 10 മാർക്കിന് കൃത്യമായി ചോദിക്കുന്ന KTET കാറ്റഗറി 3യുടെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. KTET കാറ്റഗറി 3യുടെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഡോളസെന്റ് സൈക്കോളജി. KTET കാറ്റഗറി 3 ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി ആവശ്യമുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അഡോളസെന്റ് സൈക്കോളജിയാണ്. ഏകദേശം 10 മാർക്ക് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യ മേഖലകളുള്ള ഒരു ഭാഗം കൂടിയാണ് അഡോളസെന്റ് സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അഡോളസെന്റ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിൽ KTET പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു സിലബസിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സിലബസ് 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അഡോളസൻസ്, nature and characteristics, methods of studying adolescence, principles of development, role of heredity and environment on development, developmental needs, psychological, intellectual, language, emotional, social, and also the developmental task. ഇത്രയും ഭാഗങ്ങളാണ് സിലബസിന്റെ ആദ്യ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. തുടർന്ന് അഡോളസൻസ് നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, the problems of adolescence, that includes identity crisis, underachievement, peer pressure, substance abuse, delinquency, health problems, adjustment mechanisms, challenges, its remedies. അതുപോലെ തന്നെ മൂന്നാമതായി പറയുന്നത് ഡെവലപ്മെന്റ് തിയറീസ് ആണ്. പിയാഷെ, ബ്രൂണർ, ഫ്രോയിഡ്, എറിക്സൺ, കോൾബർഗ് മുതലായ ആളുകളുടെ ഡെവലപ്മെന്റ് തിയറീസും അവയുടെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസുമാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പൊ ഇതിലെ ഇന്നത്തെ സെക്ഷനിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 10 മാർക്കിന്റെ സിലബസിലെ ആദ്യത്തെ A ആൻഡ് B, എയും ബിയും പാർട്ടുമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്ലാസ് പലവട്ടം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. മുഴുവൻ ചോദ്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് മുൻ വർഷങ്ങളിലെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി വേറൊന്നും കാടുകയറി പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ് മാത്രം കേട്ടാൽ 9 മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഏകദേശം 3 മാർക്കോളം സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാവുന്നതാണ്. വാട്ട് ഈസ് അഡോളസൻസ്? എന്താണ് അഡോളസൻസ്? നമുക്കറിയാം, നമ്മൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് അഡോളസൻസ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇതൊരു മുൻവർഷ ചോദ്യമായി തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് അഡോളസൻസ്? അഡോളസൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പീരീഡ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത്, അല്ലെ, പെട്ടെന്ന് തന്നെ വളർച്ചയുണ്ടാവുന്ന ഒരു പീരീഡാണ്. ഇറ്റ്സ് എ പീരീഡ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത് when young people acquire new abilities and are facing new challenges. അല്ലെ, പെട്ടെന്ന് തന്നെ എല്ലാ കാര്യത്തിലും റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാവുന്നു, വളർച്ച ഉണ്ടാവുന്നു. അപ്പം തന്നെ എന്താണ്, ഇന്റലക്ച്വൽ നീഡ്സ് എന്ത് ചെയ്യുന്നു, വ്യത്യാസപ്പെടുന്നു. ഡെവലപ്മെന്റൽ നീഡ്സ് എന്ത് ചെയ്യുന്നു, വ്യത്യാസപ്പെടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ
ഈ ഒരു റാപ്പിഡ് ഗ്രോത്തിന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം അഡോളസൻസ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യങ് പീപ്പിൾസിന് ന്യൂ അബിലിറ്റീസ് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, അക്വയർ ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് ആൾസോ ദേ ആർ ഫേസിങ് ന്യൂ ചലഞ്ചസ്, അല്ലെ, പുതിയ പുതിയ ചലഞ്ചസ് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഫേസ് ചെയ്യാൻ സാധിക്കുന്നു. മുതലായ കാര്യങ്ങളാണ് അഡോളസൻസ് എന്നുള്ള ഈ ഒരു പീരീഡിൽ നിന്ന് സംഭവിക്കുന്നത്. സോ വാട്ട് ഈസ് അഡോളസൻസ്? ഇത് ചോദ്യമായിട്ട് നിങ്ങളുടെ കാഡറ്റ് പരീക്ഷയ്ക്ക് മുൻ വർഷത്തിൽ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. വാട്ട് ഈസ് അഡോളസൻസ്? അഡോളസൻസ് ഈസ് എ പീരീഡ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത് when young people acquire new abilities and are facing new challenges, that is adolescence. So now we can move on to discuss about some characteristics about adolescence. The characteristics of adolescence that relate to rapid physical, social, mental and emotional changes. The adolescence characteristics are related to physical changes, ശാരീരികപരമായിട്ടുള്ള മാറ്റങ്ങൾ, the rapid changes in physical status, social changes, സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾ, mental changes, മാനസികപരമായിട്ടുള്ള മാറ്റങ്ങൾ, and emotional, വൈകാരികപരമായിട്ടുള്ള മാറ്റങ്ങൾ മുതലായവയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അഡോളസൻസ് ടൈമിൽ ഉണ്ടാവും. സോ അഡോളസൻസ് തിയറികളെ കുറിച്ച്, അഡോളസൻസിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിരിക്കുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന് അറിയപ്പെടുന്നത് സ്റ്റാൻലി ഹാൾ എന്നറിയപ്പെടുന്ന മനഃശാസ്ത്രജ്ഞനാണ് അഡോളസൻസിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിരിക്കുന്ന മനഃശാസ്ത്രജ്ഞൻ. സോ who is the father of adolescent psychology? That's very important question. Who is considered as the father of adolescent psychology? അഡോളസൻറ്റ് സൈക്കോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? Who is known as the father of adolescent psychology? അഡോളസൻറ്റ് സൈക്കോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. Who is considered as the father of adolescent psychology? His name is Stanley Hall, Stanley. Stanley Hall is considered as the father of adolescent psychology. And he also gave the world famous quotation about adolescence. Adolescence is a time of storm and stress. The quotation, it's a time of storm and stress, is coined by Stanley Hall. Adolescence-നെ കുറിച്ച് ലോകം മുഴുവൻ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പഠിക്കപ്പെട്ടിട്ടുള്ള ഒരു വേൾഡ് ഫേമസ് quotation എന്ന് പറയുന്നത് it's a time of storm and stress. Adolescence is a time of storm and stress. That is adolescence. Adolescence is a time of storm and stress. It was one of the world famous quotation about adolescence that is given by Stanley Hall, who is considered as the father of adolescent psychology. And he also gave the world famous quotation about adolescence that is the time of storm and stress. What do you mean by the time of storm? മാനസികപരമായി ഒരുപാട് പിരിമുരുക്കങ്ങളൊക്കെ ഉണ്ടാവുന്ന കാലഘട്ടമായതുകൊണ്ടാണ് അഡോളസൻസിനെ നമ്മളൊരു ടൈം ഓഫ് സ്റ്റോം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്, അല്ലെ? നമുക്കൊരു അഡോളസൻസിനെ ടൈം ഓഫ് സ്റ്റോം എന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം മാനസികപരമായി ഉണ്ടാവുന്ന ഒരുപാട് പിരിമുറുക്കങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. And also it is called as the period of stress. So adolescence is called the period of storm and stress. The famous quote given by Stanley Hall. So now we move on to discuss in detail. Adolescence is a period of rapid growth when young people acquire new abilities. It's a period of rapid growth. അല്ലെ, പെട്ടെന്ന് തന്നെ വളർച്ച ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് അഡോളസൻസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ അബിലിറ്റീസ്, പുതിയ പുതിയ നേട്ടങ്ങൾ എന്ത് ചെയ്യുന്നു ആളുകൾ സ്വീകരിക്കുന്നു. ആൻഡ് ആൾസോ ഫേസസ് ന്യൂ ചലഞ്ചസ്, അല്ലെ, പുതിയ പുതിയ ചലഞ്ചസ് എന്ത് ചെയ്യുന്നു ഫേസ് ചെയ്യുന്നു. In this stage, children are in the conflict with their parents. They are the conflict with their parents, and also they are shows as moody and tend to spend more time with their peers. അവർ മാക്സിമം സമയം അവരുടെ
പിയേഴ്സിന്റെ കൂടെ, അവരുടെ ഒപ്പമുള്ള കളിക്കൂട്ടുകാരുടെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ ചെലവഴിക്കുന്നത്. പാരൻസുമായി വളരെയധികം ചലഞ്ചസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ദേ ആർ ഷോയിങ് ആസ് മൂഡി, അല്ലെ അവരെപ്പോഴും എന്താണ്, വളരെയധികം മൂഡി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പീരീഡിൽ ഉള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത് വളരെ മൂഡി ആയിട്ടാണ് കാണപ്പെടുന്നത്. സോ അഡോളസൻസ് ഈസ് എ transitional stage of childhood. It is considered as the transitional stage of childhood and adulthood when a child develops physically, psychologically into an adult. In that period, adolescence എന്ന് പറയുന്ന പീരീഡിലാണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്, അവന്റെ ഡെവലപ്മെന്റ് ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി, മാനസികപരമായിട്ടും അതുപോലെ തന്നെ അവൻ ശാരീരികപരമായിട്ടും എന്ത് ചെയ്യുന്നത്, a transition period. It's considered as a transition period psychologically to an adult. Adolescent fails to think clearly and creates great frustration. In that time, the students, the persons, they are facing the great frustrations. It's create great frustrations. So, which one of the following age is considered as a problem age? താഴ്ത്തിരിക്കുന്നവയിൽ ഒരു പ്രോബ്ലം ഏജ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഏജ് ഏതാണ് എന്നുള്ള ചോദ്യം വരും. വിച്ച് ഏജ് ഈസ് കൺസിഡർഡ് ആസ് എ പ്രോബ്ലം ഏജ്? സോ അഡോളസൻസ് ഈസ് കൺസിഡർഡ് ആസ് എ പ്രോബ്ലം ഏജ്. സോ വൈ അഡോളസൻസ് ഈസ് കൺസിഡർഡ് ആസ് എ പ്രോബ്ലം ഏജ്? Adolescence is a period which have a rapid physical growth, and the teenagers who have self-conscious, they are uncoordinated, they are embarrassed and even confused. So this is the problems, these are the problems faced by an adolescent teenager. Now we move to discuss about the major changes occurs in adolescence period. എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അഡോളസൻസ് ടൈമിൽ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം എന്താണ് നമുക്ക് നോക്കാറുണ്ട്. ബിക്കോസ് ഇൻ ദിസ് മൊഡ്യൂൾ they describe about the nature and characteristics. So what are the characteristics of a adolescent teenager? What are the major? Here's a question for you. The major change occurs in adolescent period is called dash. Option A, voice. B, bodily shape and organs. C, gestures and manners. And the option D is all the above features. So the major changes occurs in adolescence period is, it's include the voice, the body shape and organs, their gestures, their behaviors, ചലനങ്ങൾ, manners, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, മാറ്റം വരുന്നു. So the answer is all the above is the correct answer. So all the changes occur in a adolescent person. Now, 1 second. I will be back in within seconds. I have a visitor. So please be on live. I will be back within seconds. So sorry for the disturbance. I have a visitor.
in my home. So all are sure, ready. Now I will continue my topics, and I feel sorry for your live on live. So the major changes. Okay, we are discussing about the changes occurs in adolescent persons. So what are the changes? Sometimes the exam, say previous question for KTET examination. The major changes occur in adolescence period is voice, bodily shape and organs, gestures and manners, all of these features. So we have to discuss about what are the physical changes in an adolescent person. We have broad distinction between what are the physical changes in an adolescent boys and what are the physical changes in an adolescent girls. First, we move on to the physical changes in adolescent boys. What are the physical changes in adolescent boys? The growth spurt occurs. First feature is the growth spurt occurs. The growth spurt, that means പെട്ടെന്നുള്ള ഒരു കുതിപ്പ് വളർച്ചയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? ആൺകുട്ടികളുടെ കാര്യത്തിൽ, അഡോളസൻസ് ബോയ്സിന്റെ കാര്യത്തിൽ പെട്ടെന്നുള്ള ഒരു കുതിപ്പ് വളർച്ചയുടെ കാര്യത്തിൽ ഉണ്ടാവുന്നു. ആ കുതിപ്പ് എന്ന് പറയുന്നത് ദ ഷോൾഡേഴ്സ് ആർ ബിക്കം ബ്രോഡൻ. ബോയ്സിന്റെ ഷോൾഡേഴ്സ് ആർ ബിക്കം ബ്രോഡൻ. Their muscles become developed. ബോയ്സ് ഒക്കെ മസിലൊക്കെ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. Their skins become oily, especially in the presence of sebaceous glands. The boys' skins become oily. And also the major change, the major conflict faced by boys is their voice deepens. ഭയങ്കര കരുകരുത്ത രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? ശബ്ദം എന്ത് ചെയ്യുന്നു? ഉണ്ടാവുന്നു. ശബ്ദം ഭയങ്കര പരുക്കൻ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? മാറുന്നു. മുതിർന്നവരുടെ പോലെ പരുക്കൻ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? ശബ്ദം എന്ത് ചെയ്യുന്നു? മാറുന്നു എന്നുള്ളതാണ് എന്ത് പറയുന്നത്. And also the growth of mustache and beard. താടിയും മീശയൊക്കെ എന്ത് ചെയ്യുന്നു? കിളിർക്കുന്ന ഒരു കാലമാണ് the growth of mustache and beard. താടിയും മീശയൊക്കെ ആൺകുട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? വന്നു തുടങ്ങുന്ന ഒരു കാലമാണ് adolescence. And also the growth of underarm. Underarmsന്റെ ഉള്ളില് ചെസ്റ്റ് ആൻഡ് ജെനിറ്റൽ ഹെയർ. സ്വകാര്യ ഭാഗങ്ങളിൽ അണ്ടർആമില് അതുപോലെ തന്നെ ചെസ്റ്റ് ഉള്ള ഏരിയകളിലൊക്കെ എന്ത് ചെയ്യുന്നു? ജെനിറ്റൽ ഹെയർസ് എന്ത് ചെയ്യുന്നു? ഉണ്ടായി വരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഉണ്ടാവുന്നു. ഹെയർ വളർച്ച, രോമ വളർച്ച ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് അണ്ടർആംസിലും ചെസ്റ്റിലും ജെനിറ്റൽ ഏരിയാസിലും രോമ വളർച്ച ഉണ്ടാവുന്നു. And also penis and testis became enlarged. ആൺകുട്ടികളുടെ കാര്യത്തിലുള്ള ലൈംഗിക അവയവങ്ങളാണ് പെനിസും അതുപോലെ തന്നെ ടെസ്റ്റിസും. പെനിസ് അതുപോലെ തന്നെ ടെസ്റ്റിസും. പെനിസും ടെസ്റ്റിസും എന്ത് ചെയ്യുന്നു? become enlarged. Penis and testis become enlarged. Male genital organs ആണെന്ന് പെനിസും അതുപോലെ തന്നെ ടെസ്റ്റിസും. പെനിസ് ആൻഡ് ടെസ്റ്റിസ് ബിക്കം എൻലാർജ്ഡ്. പെനിസും ടെസ്റ്റിസും എന്ത് ചെയ്യുന്നു? എൻലാർജ് ചെയ്യുന്നു എന്നുള്ളത് ബോയ്സിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു? ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് ആണ്. Then also the sperm production begins in the testis and ejaculation occurs. ടെസ്റ്റിസിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്ന sperm എന്നുള്ളത് sperm production ആരംഭിക്കുന്നു. And also the ejaculation occurs. ejaculation സ്ഖലനം ആരംഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് കൗമാരം എന്നുള്ളത്. അവരാദ്യമായിട്ട് ലൈംഗികപരമായിട്ടുള്ള
ചലനമൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കൗമാരം. അതുകൊണ്ട് തന്നെയൊക്കെയുള്ള മാനസിക സംഘർഷങ്ങൾ ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു, വല്ലാതെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. Now we move on to what are the physical changes occur in adolescent girls. അല്ലെ, പെൺകുട്ടികളുടെ കാര്യത്തിൽ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് കാണുന്നത്. സെയിം ക്വസ്റ്റ്യൻ ചില സമയത്തൊക്കെ ചോദിക്കുന്നുണ്ട്. Which one of the following are the features affecting the boys and which one of the following are the features affecting girls എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നു, ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ദ ബ്രസ്റ്റ് ഡെവലപ്സ്, അല്ലെ, കുട്ടികളെ ബ്രസ്റ്റ് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ആൺകുട്ടികളുടെ ഇതുപോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻസിന്റെ പ്രവർത്തനം മൂലം ദ സ്കിൻ ബിക്കേം ഓയിലി, ശരീരം ഒക്കെ എന്ത് ചെയ്യുന്നു, ബിക്കേം ഓയിലി ആയി മാറുന്നു. And the hips widen, the hips എന്ന് പറഞ്ഞാൽ ഇടുപ്പലാണ്, ഹിപ്സ് ഇടുപ്പലൊക്കെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ വൈഡൻ ആയി വരുന്നു. കൗമാരകാലം എത്തിയാൽ എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, വൈഡൻ ആവുന്നു എന്നുള്ളതാണ് എന്ത് പറയുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് ലൈൻ, വേസ്റ്റ് ലൈൻ എന്ന് വെച്ചാൽ അരക്കെട്ടാണ് വേസ്റ്റ് ലൈൻ. വേസ്റ്റ് ലൈൻ ബിക്കം നാരോസ്, അല്ലെ, വേസ്റ്റ് ലൈൻ എന്ത് ചെയ്യുന്നു, നാരോ ഷേപ്പിലേക്ക് മാറുന്നു. ആൻഡ് ആൾസോ ദ ഗ്രോത്ത് ഓഫ് അണ്ടർ ആം ആൻഡ് ജെനിറ്റൽ ഹെയർ, അണ്ടർ ആമിലും അതുപോലെ തന്നെ ജെനിറ്റൽ ഏരിയാസിലൊക്കെ ഹെയർ ഗ്രോത്ത് ആരംഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് അഡോളസൻസ് എന്നുള്ളത്. ഗേൾസിന്റെ കാര്യത്തിൽ മൊഷ്ടാഷും യാടും എന്ത് ചെയ്യുന്നില്ല, താടിയും മീശയൊന്നും വളരുന്നില്ല. ബട്ട് as in the same case of boys, their underarms and genital hairs are become, and also the external genitals of girls, external genitals ആയ ഭാഗങ്ങളൊക്കെ, അല്ലെ, external genital areas എന്ത് ചെയ്യുന്നു, ബാഹ്യമായി കാണപ്പെടുന്ന ജെനിറ്റൽ ഏരിയാസ്, അല്ലെ, എന്ത് ചെയ്യുന്നു, എൻലാർജ് ചെയ്യുന്നു. External genital areas are become enlarged in the case of girls. ബാഹ്യമായി കാണുന്ന ജെനിറ്റൽ ഏരിയാസ് എന്ത് ചെയ്യുന്നു, become enlarged. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ എക്സ്റ്റേണൽ ജെനിറ്റൽസ് ഒക്കെ എന്ത് ചെയ്യുന്നു, enlarge ചെയ്യുന്നു. So the uterus and ovaries become enlarged. യൂട്രസും അതുപോലെ തന്നെ ഓവറീസും എൻലാർജ്ഡ് ആവുന്നു. യൂട്രസും ഓവറീസും എൻലാർജ് ആവുന്നതുകൊണ്ട് തന്നെ ദ ഓവുലേഷൻ, സ്ത്രീകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു, ഓവുലേഷൻ ഒക്കെ ചെയ്യുന്നു. ആൻഡ് ആൾസോ ദ മെൻസ്ട്രേഷൻ, ആർത്തവചക്രം ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആൺകുട്ടികളിലും പെൺകുട്ടികളിലും അഡോളസൻസ് സ്റ്റേജിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളായിട്ട് അറിയപ്പെടുന്ന കാര്യങ്ങൾ. So here is another topic, or another topic is the methods of studying adolescence. The next topic is the methods of studying adolescence. കൗമാരപ്രായത്തിലുള്ള ആളുകളെ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? The best, here's a question for you. Best method of dealing with adolescence by parents and teacher is permissive method, democratic method, restrictive method, and autocratic method. First one is permissive method, second one is democratic method, third one is restrictive method, and fourth one is autocratic method. These are the four methods of studying adolescence. In the best method is democratic method is the best method to study adolescence. Now we move on to discuss about the demonstrative method. What is mean by the demonstrative? Sorry, not demonstrative, it's a democratic. What is mean by the democratic method or democratic state? It's the best method of dealing with adolescence by parents and teachers. ജനാധിപത്യപരമായ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, അഡോളസൻസിനെ പേരൻസും ടീച്ചേഴ്സും എന്ത് ചെയ്യേണ്ടത്, നല്ല രീതിയിൽ ചെയ്യേണ്ടത്. സോ ദ ഡെമോക്രാറ്റിക് സ്റ്റൈൽസ് ഓഫ് ഗൈഡൻസ്, അല്ലെ, പ്രധാനമായിട്ടും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്.
So guidance by parents and teachers. It also provide opportunities to children to give opinions and make choices. കുട്ടികൾക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിനുള്ള ഒപ്പീനിയൻസ് പറയുന്നുള്ള അവസരങ്ങളും അവരുടെ ചോയ്സസ് തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കണം. And also combine the level of demand and responsiveness in an effective way. And also combine demand അവരുടെ ഡിമാൻഡ്സ് എന്തൊക്കെ നമ്മൾ അംഗീകരിക്കുകയും അവരുടെ റെസ്പോൺസീവ്നെസ് അല്ലെ അവരുടെ റെസ്പോൺസീവ്നെസ് എന്ത് ചെയ്യുക എഫക്റ്റീവ് ആയത് എന്ത് ചെയ്യുക കൊണ്ടുവരാൻ ശ്രമിക്കുകയും വേണം. And also give importance to children's emotional needs. കുട്ടികളുടെ വൈകാരികപരമായിട്ടുള്ള നീഡ്സിന് ആവശ്യമുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് ആൾസോ സെറ്റിംഗ് ലിമിറ്റ്സ് ആൻഡ് ബൗണ്ടറീസ്. ആ ഒരു ചട്ടക്കൂടിന് പുറത്തേക്ക് പോകുന്ന അവസരങ്ങൾ എന്ത് ചെയ്യരുത് ഉണ്ടാവരുത്. ആൻഡ് ആൾസോ എംഫസൈസ് ടു മേക്ക് ചിൽഡ്രൻ സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലെ സാമൂഹികപരമായിട്ട് എന്ത് ചെയ്യാം സ്വീകാര്യത കുട്ടികൾക്ക് ഉണ്ടാവുക. ആൻഡ് ദേ ആൾ ബിക്കം സെൽഫ് ഡിസിപ്ലിൻഡ് ആൻഡ് ആൾസോ ബിക്കം വെൽ ബിഹേവ്ഡ്. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്. ആൻഡ് democratic method is the best method to or study about adolescent students. നിങ്ങൾ ഈ പറയുന്നത് HSA പരീക്ഷയൊക്കെ എഴുതുന്നതുകൊണ്ട് തന്നെ അല്ലെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് HSA പരീക്ഷ എഴുതിയിട്ട് അഡോളസൻസിലുള്ള 8ാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികളെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അഡോളസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ അത്രയും കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഈ ഒരു കാറ്റഗറി 3 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. Then also the syllabus needs the principles of development. വളർച്ചയ്ക്ക് ആവശ്യമായ what are the principles of development ആണ് അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നത് ഈ ഒരു മേഖലയിൽ വരുന്ന മേഖല പ്രധാനപ്പെട്ട മേഖല. So we move on to firstly discuss about the different principles of development. Then we move on to the questions. Here are some principles of development. So the principles of development that shows the developmental features. വികാസപരമായിട്ട് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് സംഭവിക്കുന്നതെന്നാണ് പ്രിൻസിപ്പൾസ് ഓഫ് ഡെവലപ്മെന്റിലൂടെ ചർച്ച ചെയ്യുന്നത്. So the first one is principle of continuity. The first one is principle of continuity. തുടർച്ച എന്നാണ് കണ്ടിന്യൂറ്റിയുടെ മീനിങ്. So development follows the principle of continuity which start in conception and ends with death. ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെയും അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസം എന്ന് പറയുന്നത്. So that is principle of continuity. അതിന് എന്തില്ല ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ് ഇൻ ലൈഫ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റിൽ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് മരണം വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ് എന്ത് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. അതിനൊരു എൻഡിങ് ലൈഫിന്റെ കാര്യത്തിൽ ഒരു എൻഡിങ് ഇല്ല എന്നാണ് പറയുന്നത്. So the second principle is principle of individual difference. So ഏത് കുട്ടിക്കും വ്യക്തി വ്യത്യാസങ്ങൾ എന്താണ് പ്രകടമാണ്. In this principle that states that in every individual is unique in himself and herself as a hereditary and environmental factors. പാരമ്പര്യമായിട്ടും പരിസരവുമായിട്ടുള്ള ഘടകങ്ങൾ കുട്ടിയുടെ വികസനത്തെയും വികാസത്തെയും എന്ത് ചെയ്യുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ പരിസരപരമായിട്ടും പാരമ്പര്യപരമായിട്ടും അവന്റെ ഉള്ള ഘടകങ്ങളാണ് അവൻ എന്ത് ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയിട്ട് എന്ത് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ. And third principle is principle of generality to specificity. So general to specific. It's the development process starts with general response shown by the child as passed through the large stages. He start exhibiting specific behaviors. ആദ്യമൊക്കെ കുട്ടി എന്ത് ചെയ്യുന്നു കാര്യങ്ങളുടെ ജനറൽ സെൻസിലാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. Then also leads to specific behaviors. That is general to specificity. The next principle is the principle of interrelation. So development
of an individual is reflected through the balanced interrelation of all the aspect of life. ജീവിതത്തിന്റെ all the aspect of life a balanced interrelation വേണം എന്നാണ് പറയുന്നത്. These are the four principles. Then also the next principle is the principle of interaction. The principle of interaction that shows the individual is a product of hereditary and in other words, the interaction takes place within and outside forces of the child. That is the principle of interaction. The next one is the principle of differentiation in rate. The differentiation in rate indicates that individuals differ in the rate of development. ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന വളർച്ച അല്ലെങ്കിൽ വികാസമല്ല എന്ത് ചെയ്യുന്നത് മറ്റൊരു കുട്ടിയിൽ ഉണ്ടാവുന്ന വികാസം എന്ന് പറയുന്നത്. So in that rate, the differs from the rate of development. There is a difference in the rate of development in girls and boys. Like girls grow faster than boys at the very early stage of development. പെൺകുട്ടികളാണ് എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു മാറ്റം ഉണ്ടായി അല്ലെങ്കിൽ ഒരുപാട് മാറി എന്നൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ പറയുന്നത് എന്താണ് പെൺകുട്ടിയുടെ കാര്യത്തിലാണ് എന്ത് ചെയ്യുക പെട്ടെന്ന് അല്ലെ അവൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തു വളർന്നു വലിയ കുട്ടിയായി എന്നൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ പറയുന്നു. അത് പെൺകുട്ടിയുടെ കാര്യത്തിലാണ് എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നത്. അതും ആണ് എന്ത് principle of differentiation in rate പറയുന്നത്. So the next principle is principle of integration. The principle of integration refers to the integration of various aspects of development like physical, mental, emotional, social and moral. അങ്ങനെ നമുക്ക് ശാരീരികപരമായും മാനസികപരമായും വൈകാരികപരമായും സാമൂഹികപരമായും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ പറയുന്നത്. ആൻഡ് ഓൾസോ ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രെഡിക്റ്റബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് പ്രെഡിക്റ്റബിലിറ്റി നമ്മളോട് പറയുന്നത് ഡെവലപ്മെന്റ് ഈസ് പ്രെഡിക്റ്റബിൾ. ഒരു വ്യക്തിക്ക് ഉള്ള വികാസം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാൾ ഏത് ലെവൽ വരെ എന്ത് ചെയ്യാൻ പറ്റും വികാസം എത്തുമെന്നാണ് എന്ത് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്രെഡിക്റ്റബിലിറ്റിയിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. The help of uniformity of the patterns and sequence of development, we can predict the behavior to great extent of a child in or more aspect in particular stage of his growth and development. ഏത് ലെവലിൽ എത്തും ഏത് വികാസപരമായിട്ട് ഏത് ലെവലിലേക്ക് എത്തുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുൻകൂട്ടി പറയാൻ സാധിക്കും. Then next one is the principle of sequentiality. It states that every individual, although exhibit difference in change, they follow the same sequence of change. ഇത് മാറ്റമാണോ തുടക്കത്തിൽ അല്ലെങ്കിൽ ഇടയിലൊക്കെ വെച്ചുണ്ടാവുന്നത് ആ ഒരു മാറ്റത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത് മറ്റുള്ള മാറ്റങ്ങളും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് ഇത് എങ്ങനെ ചോദ്യം വരാമെന്ന് നോക്കാം. Which of the following statement is correct about the development of a child? Development is the result of hereditary. പാരമ്പര്യത്തിന്റെ ഫലമാണ് വികാസം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. നമുക്കറിയാം എന്താണ് എൻവയോൺമെന്റിന്റെയും ഹെറിഡിറ്റിയുടെയും ഫലമായിട്ടാണ് എന്ത് വികാസം സംഭവിക്കുന്നത്. ഡെവലപ്മെന്റ് ഇസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെവലപ്മെന്റ് വികാസം എന്നുള്ളൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. റേറ്റ് ഓഫ് ഡെവലപ്മെന്റ് ഇസ് സിമിലർ ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ചൈൽഡ്. അല്ലെ രണ്ടാൾക്കും വ്യത്യാസം ഉണ്ടാവുമെന്ന് നമ്മൾ കൃത്യമായി പഠിച്ചു. കുട്ടികളുടെ വികാസം പെട്ടെന്ന് സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചു. Development proceed from general to specific. That is the correct principle or the correct statement about development is development proceed from general to specific. That is the correct statement about development. So development is proceed from general to specific. So this is the second question. Our principle is development proceed from general to specific. Which of the following principle of development is incorrect one? ഏതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റിൽ തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. There are individual differences in development. അല്ലെ വ്യക്തി വ്യത്യാസങ്ങൾ ഡെവലപ്മെന്റിൽ നമ്മൾ കാണുമെന്ന് പറഞ്ഞു. It's a continuous process. തുടർച്ചയുള്ള ഒരു പ്രോസസ്സാണ് ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞത്. It's a predictable. അല്ലെ എന്താണ് പ്രവചിക്കാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സാണ് ഡെവലപ്മെന്റ്. So development is the result of കോഇൻസിഡൻസസ്. വൈരുദ്ധ്യങ്ങളുടെ പരമായിട്ടാണ് വികാസം സംഭവിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു വസ്തുതയാണ് എന്ത് വൈരുദ്ധ്യങ്ങളുടെ പരമായിട്ടാണ് വികാസം സംഭവിക്കുന്നത് എന്നുള്ള വസ്തുത നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. So now we move to
conclude the principles of development. So what are the major points and what are the major principles of development? Okay, this is the concluding part of principle of development. So development is a continuous process. Development. The rate of development is not uniform. So quite complex process. There are some principles that are the principles. Development is cumulative. Development is predictable. Development is the process of interaction. Development follows uniformity of patterns. Development is predictable and sequential. Development proceeds from general to specific. The development rate varies from person to person. These are the major principles of development. Now, we move on to the next section of development in our syllabus that shows the next topic is the role of heredity and environment on development. What is the role of heredity and environment on development? 1 second. ഞാനൊരു ഫോൺ അറ്റൻഡ് ചെയ്തോട്ടെ. ഹലോ, ബുധനും വ്യാഴാണ് വേണ്ടല്ലേ? ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ, ശരി. സോ നമ്മൾ പറഞ്ഞ നെക്സ്റ്റ് ടോപ്പിക് ആണ് ദ റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഓൺ ഡെവലപ്മെന്റ്. അല്ലെ, പരിസ്ഥിതിക്കും അതുപോലെ തന്നെ പാരമ്പര്യത്തിനും വികാസത്തിന്റെ മേലെ എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. Which of the following statements about the role of heredity and environment in human development is correct? The only reason for individual difference is heredity. പാരമ്പര്യം മാത്രമാണ് കാരണം. Environmental influences totally shape the development of a human. Environmental influences totally shapes the development of a human. Neither heredity nor environment influences human development. Heredity and environment both influence human development in a complex. ശരിയല്ലേ? ഹെറിഡിറ്റിയും എൻവയോൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്മെന്റിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത് അറിയുന്നത്. പാരമ്പര്യവും പരിസരവും എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്മെന്റിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. സോ in this question we move on to the what are the factors affecting by heredity and environment in the development of a personality or the individual differences. From the earliest moments of life, the interaction of heredity and environment works to shape who children are and who they will become. ആരാണ് എന്ത് കുട്ടി എന്നുള്ളതും അവരെന്തായി തീരുമെന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിയുടെ വികാസത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. While the genetic instructions a child inherits from his parents may set out a road map for development. കുട്ടിയുടെ പാരന്റ്സ് നിർവഹിക്കുന്ന ആ ഒരു ജനറ്റിക് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ വികാസം എത്ര കണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എന്ത് ചെയ്യുന്നു? The environment can impact how these directions are expressed. അവരുടെ പരിസരം എന്ത് ചെയ്യുന്നു? നമ്മളോട് പറഞ്ഞു തരുന്നു how the directions are expressed in shape or even silence. എങ്ങനെ അത് ഷേപ്പ് ചെയ്യുന്നു, അങ്ങനെ എന്ത് ചെയ്യുന്നു, സൈലൻസ്ഡ് ആവുന്നു ഒക്കെ നമ്മളോട് എന്ത് ചെയ്യുന്നു പറഞ്ഞു. In order to understand child development, it is important to look at the biological influences that help shape of a child development. How experiences interact with genetics and some of the genetic disorders that can have the impact on child psychology and development. The complex interaction of heredity and environment does not just occur at certain moments, at the certain periods. Instead, is persistent and lifelong. These are the connections between the heredity and environments. Which formula is correct? This is another question about heredity and environment. Maturation plus learning is equal to development. Maturation പരിപക്വനവും പഠനവുമാണോ വികാസം? Maturation multiple learning is equal to development. Maturation plus development is equal to learning. Development plus learning is equal to maturation.
സോ മെച്ചുറേഷനും ലേണിങ്ങും പരസ്പര ബന്ധിതമാണ്. അത് സൂചിപ്പിക്കുന്നത് വികാസത്തെയാണ്. പരസ്പര ബന്ധിതത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും അനുയോജ്യം പ്ലസ് ചിഹ്നമല്ല, മറിച്ച് എന്താണ്, മൾട്ടിപ്പിൾ ചിഹ്നമാണ് ഏറ്റവും അനുയോജ്യമായിട്ട് ഉള്ളത്. നമുക്കറിയാം അല്ലെ, 6+2=8. 6 × 2=12. ഇതാണ് ഇൻക്രീസിങ് ഓർഡർ എപ്പോഴും കിട്ടുന്നത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ മെച്ചുറേഷൻ മൾട്ടിപ്ലൈ ലേണിംഗ് ഈസ് ഈക്വൽ ടു ഡെവലപ്മെന്റ് ഈസ് ദ കറക്റ്റ് ഫോർമുല അബൌട്ട് the relationship between heredity and environment on development. There is another question. Which of the following is not a general law of heredity? പാരമ്പര്യത്തെ സംഭവിക്കുന്നതിന് ഒരു ജനറൽ ലോ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. So we move on to discuss about what are the laws related to heredity. The laws of heredity are: the first law is the law of segregation. The first law of heredity is the law of segregation. എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ നമ്മളോട് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, all organisms, എല്ലാ ജീവജന്തുജാലങ്ങൾക്കും, that sexually reproduce with meiosis, മിയോസിസിലൂടെ റിപ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ജീവജാലങ്ങൾക്കും, they have the 2 copies of every gene and only one of these genes are passed to the next generation. ഏതെങ്കിലും ഒരാൾക്ക് കിട്ടിയ ഒരു ജീൻ ഉണ്ടാവും, ആ ജീനാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്യുന്നത്, കൈമാറ്റം ചെയ്യപ്പെടുന്നത്. The male has 2 copies of every gene and the female has 2 copies of every gene. Each parent, the male and the female, contribute one of these 2 copies of every gene to the next generation through the process of meiosis. So each child has 2 copies of genes for each type because 1 + 1 = 2. The principle of inheritance is Mendel's first law of inheritance, but called the law of segregation. Edgar Johann Mendel ആണ് law of segregation കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് സെക്ഷലി റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏത് ജീവജാലങ്ങളിലും എന്തുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്, 2 copies of every gene and only one of these genes are passed to the next generation. രണ്ട് ലഭിച്ചിരിക്കുന്ന ജീനുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ജീനാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് എന്ത്, ലോ ഓഫ് സെഗ്രിഗേഷനിലൂടെ എഡ്ഗർ മെൻഡൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. So the next law of heredity is the law of independent assortment. The law of independent assortment നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, the inheritance of 2 separate genes, പാരമ്പര്യപരമായിട്ട് 2 സെപ്പറേറ്റ് ജീൻസിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, that are made by the 2 different set of chromosomes, നമ്മുടെ ജീനിൽ അടങ്ങിയിരിക്കുന്ന 2 സെറ്റ് ക്രോമസോമിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. For example, the 2 different set of chromosomes could be the gene for eye color. 2 different set chromosomiൽ ഒന്ന് എന്താണ്, the gene for eye color, കണ്ണിന്റെ നിറത്തിനുള്ള ജീനും, and the second set of simultaneously inherited chromosomes could be the skin color. ഒരു ആൾക്ക് ലഭിച്ചിരിക്കുന്ന 2 സെറ്റ് ഓഫ് ജീൻസ് നിന്ന് ഒരു സെറ്റ് എന്ത് ചെയ്യുന്നു, കണ്ണിന്റെ നിറത്തിനും ഒരു സെറ്റ് എന്ത് ചെയ്യുന്നു, ത്വക്കിന്റെ നിറത്തിനും എന്ത് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. So the third law of heredity is the law of dominance. The principle of inheritance takes that dominant allies will mask recessive allies. However, these recessive allies still exist even though they are masked. That is the recessive allies എന്ന് എന്ത് ചെയ്യുന്നത് നമ്മളോട് പറയുന്നത്. Okay.
അപ്പോൾ എന്താണ് നമുക്കിത് എന്ന് മനസ്സിലാക്കണം. ലൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ലൈസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ബ്രിഗേഡ് ജോഹാൻ മെൻഡൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ലൈസിന് കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഒരു ജീനിന്റെ രണ്ടോ അതിലധികമോ ഇതര രൂപങ്ങളിൽ ഒന്ന് മ്യൂട്ടേഷനിലൂടെ ഉണ്ടാവുകയും ഒരേ സ്ഥലത്ത് ഒരേ ക്രോമസോമിൽ എന്ത് ചെയ്യുന്നു കാണപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. നമുക്ക് അത്രയ്ക്കൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ജനിതക ശാസ്ത്രപരമായൊന്നും കയറി പഠിക്കേണ്ട കാര്യമൊന്നും ഈ പരീക്ഷയ്ക്കില്ല. ഹെറിഡിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോസ് ഏതൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. The next one is the law of regression. So first question is, who proposed the law of regression? By Francis Galton proposed the law of regression. Yeah. But heavily against the full hereditary transmission of any gift. Law of regression നമ്മളോട് പറയുന്നത് heavily against the full of hereditary transmission of any gift. That is law of regression. The next law is the law of variation. Depending on the nature of variations, different individuals would have different kind of advantages. A rare variation came to be common characteristics in population. In other words, the frequency of inherited changes over generations. That is the law of variation. So we have had a thorough idea about the different hereditary laws, and we move on to the questions. Which of the following is not a general law of heredity? ഞാൻ പറഞ്ഞു പേര് മാത്രം പഠിച്ചാൽ മതി. Law of variation, law of segregation, law of independent assortment, law of dominance, regression ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ law of progression എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. So that's not a general law of heredity. Law of progression ഇല്ല. മറ്റു ലോകളുടെ പേരാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഓർത്തിരിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്. The nature and nurture debates refers to genetic and environmentuമായിട്ടാണ് nature and nurture ആയിട്ടുള്ള ഡിബേറ്റ് എന്ത് ചെയ്യുന്നത് എപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. So this concept is related to heredity. So we move on to the short description about what is nature and what is nurture. So nature refers to the hereditary influences on human characteristics, which include the physical characteristics, intellectual capacities, personality traits, and the patterns and social interactions. That is referred to nature. Human characteristics, മനുഷ്യന്റെ സവിശേഷതകൾ, which includes physical characteristics, അല്ലെ, നമ്മുടെ ശാരീരികപരമായ വ്യത്യാസങ്ങൾ, intellectual capacities, എന്തെല്ലാമാണ് intellectual capacities, the personality traits, and also the patterns of social interactions. So in the case of nurture, as a concept encompasses all the environmental factors that include the physical environmental that influences the development outcomes in an individual. That is nurture. So according to the question, girls' parents obtain training. Both of her parents are sports persons, so we can say that her capabilities depend on the heredity of the environment. The individual personality is a product of both heredity and environment. Which trait of human being is determined by heredity? Moral, temperament, intelligence, and social. The intelligence trait is determined by the heredity. പാരമ്പര്യം സ്വാധീനിക്കുന്നത് മൊറാലിറ്റിയെ പാരമ്പര്യം സ്വാധീനിക്കുന്നില്ല. ടെമ്പർമെന്റ് അല്ലെ, എങ്ങനെയാ ചില ആൾക്കാർ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും, ഹൈ ടെമ്പേർഡ് ആയിരിക്കും. ഇന്റലിജൻസ് ബുദ്ധി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഹെറിഡിറ്റി സ്വാധീനിക്കുന്നില്ല. സോഷ്യൽ കൾച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഹെറിഡിറ്റി ഒരിക്കലും സ്വാധീനിക്കുന്നില്ല എന്നാണ് ഇതിൽ പറയുന്നത്. So now
we move on to discuss about the role and importance of heredity on child development. What is the role of heredity on child development? The first one is intelligence. So, ഇന്റലിജൻസ് ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനും അല്ലെ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനും അല്ലെങ്കിൽ മാറ്റങ്ങൾ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്താനും പുതിയ ഒരു സാഹചര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു ഇണങ്ങിച്ചേരാനും our experience and conclude that intelligence is a product of heredity and environment. For nature, the heredity factor and nurture environmental factors are necessary for the intellectual growth of an individual, and neither is considered more important than other than. പാരമ്പര്യ ഘടകങ്ങളും പരിസര ഘടകങ്ങളും ബുദ്ധിവികാസത്തിന് വ്യക്തമായിട്ടുള്ള സ്വാധീനമാണ് എന്ത് ചെയ്യുന്നത് ചെലുത്തുന്നത്. ഒരു ഘടകത്തെ വിട്ടു നിർത്തിയാൽ ബുദ്ധിവികാസത്തെ കുറിച്ച് നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ സാധിക്കുകയില്ല എന്നാണ്. The second one is social. Social trait of an individual means how he will his belongings and his people and other people of the society. It refers to the individual ability to act and respond according to the circumstances and culture of the society. The social trait is not inherent and it can be influenced by an individual's family, age, and education, so highly influenced by the environment of a student. The next feature is moral feature. The moral trait is a tendency to behave and think morally and also feel connected to mankind. It can be developed in the children through moral teachings and ethical practices. And also the temperament stores the patterns of behavior concerned with emotional positions and reaction. That is temperament. ഇത്രയും കാര്യങ്ങളാണ് വികാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും ആ ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. വിച്ച് ഈസ് ദ സോഷ്യൽ നീഡ് ഓഫ് അഡോളസൻസ്? അല്ലെ, അഡോളസൻസ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ട സോഷ്യൽ നീഡ് എന്താണ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി സെക്സ്, ഓപ്ഷൻ സി ഹങ്കർ, ഓപ്ഷൻ ഡി സെക്യൂരിറ്റി. സെക്യൂരിറ്റി. ഒരു അഡോളസൻസിന് ഏറ്റവും വേണ്ട നീഡ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി തന്നെയാണ്. നോട്ട് ഓക്സിജൻ, നോട്ട് സെക്സ്, നോട്ട് ഹങ്കർ. The social need of an adolescent is security. Adolescence എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത് word adolescence is came from a Latin word adolescere, which means to grow, to become mature. അല്ലെ, പരിപക്വതത്തിലേക്ക് നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. It's a stage which lies between the age 12 to 19 years. 12 മുതൽ 19 വയസ്സ് വരെയുള്ള കാലമാണ് കൗണ്ട് പറയുന്നത്. The need, അഡോളസൻസിന് ആവശ്യമായ ആവശ്യങ്ങൾ, നീഡ് എന്ന് പറയുന്നത് it's a condition of a state of mind that prompts or persuades us to act. നമ്മളെ പ്രേരിപ്പിക്കുന്നു എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നതിന് വേണ്ടി. Every individual has some desires that are considered as his needs. The need of individual can be classified into two. This is the very, very, very important question. Which one of the following are the socio-psychological needs and which one of the following are the biological needs? The example ആണ് നിങ്ങളോട് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. So socio-psychological needsന്റെ examples എന്ന് പറയുന്നത് let's include love, security, freedom, social acceptance, social company are the socio-psychological needs. And biological needs, the examples for biological needs are food, sleep, the need for regular elimination of waste products from the body. അതും എന്താണ് ഒരു പ്രധാനപ്പെട്ട ബയോളജിക്കൽ നീഡ്സ് ആണ് എന്ന് വെച്ചാൽ elimination of waste products from the body.
അഡോളസൻസിനെ സംബന്ധിച്ചിടത്തോളം എലിമിനേഷൻ ഓഫ് വേസ്റ്റ് പ്രൊഡക്ട്സ് അല്ലെ, നമുക്ക് എന്താ അഡോളസൻസിനെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റ് മാനേജ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. സോ ദ വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ദ ബോഡി, എലിമിനേഷൻ ഓഫ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ദ ബോഡി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നീഡ് ഓഫ് അഡോളസൻസ് എന്നാണ് പറയപ്പെടുന്നത്. സോ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോയി നോക്കാം. Research has shown that normal adolescents are likely to experience three kinds of problems. Which of the following is not one of them? Parental conflict, mood swings, risk taking, fears of intimacy എന്നുള്ളത് അഡോളസൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാത്ത ഒരു കാര്യമാണ്. പാരന്റൽ കോൺഫ്ലിക്റ്റ് അല്ലെ, കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, പാരന്റ്സുമായിട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നു, കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് എപ്പോഴും എന്ത് ചെയ്യുന്നു ഉണ്ടാവുന്നു, മൂഡ് സ്വിങ് ഉണ്ടാവുന്നു. ഫിയേഴ്സ് ഓഫ് ഇന്റിമസി അവർക്ക് ഉണ്ടാവുന്നില്ല. ആൻഡ് ആൾസോ ദ റിസ്ക് ടേക്കിംഗ്, എന്താണ് റിസ്ക് ടേക്കിംഗ് അവരെപ്പോഴും എടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് ഉള്ളത്. What are the conflicts or the problems faced by adolescents? കൗമാരക്കാരനായിട്ടുള്ള ഒരു കുട്ടി നേരിടുന്ന, we have discussed about developmental needs, psychological, intellectual needs, language, emotional and social needs, developmental tasks. So in the second part of the syllabus, that includes the problems of adolescence. കൗമാരക്കാരൻ നേരിടുന്ന problems, identity crisis, underachievement, peer pressure, substance abuse, delinquency, health problems, adjustment mechanisms, and its challenges and remedies. ഈ ഒരു ഭാഗമാണ് സിലബസിന്റെ അടുത്ത ഭാഗത്ത് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. So we have a broader outline about the problems of adolescence, but in detail എന്ത് ചെയ്യണം, ഇത് നോക്കാനുണ്ട് നമുക്ക്. ഇതിന്റെ ഓരോരോ പ്രശ്നങ്ങളും കൗമാരക്കാർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. സോ നമ്മൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അബ്യൂസ്, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, ഐഡന്റിറ്റി ക്രൈസിസ്, അണ്ടർ അച്ചീവ്മെന്റ്, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അതൊക്കെ ഓരോന്നുമായിട്ട് പറയണം, അതിനൊക്കെ ചോദ്യം വരുന്നുണ്ട്. സോ ടുഡേ വി ആർ മൂവിങ് an introduction about the problems of adolescence. The first one is the parental conflict. സ്റ്റാൻലി ഹാൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റോം ആൻഡ് സ്ട്രെസിന്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ കുട്ടികൾ അവരുടെ പാരന്റ്സുമായിട്ട് എപ്പോഴും എന്തായിരിക്കും, കോൺഫ്ലിക്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. They have risky talk taking. Adolescents engage risky behaviors. Risky behaviors അവരെപ്പോഴും ചെയ്യുന്നു ഉണ്ടാവുന്നു. They are not good at evaluating the risk. റിസ്ക് എന്താണ് എന്നുള്ളത് അവർക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഒരത്ര എന്തെല്ലാം ബോധേഡല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. മൂഡ് സ്വിങ്, എപ്പോഴും മൂഡ് സ്വിങ് ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഏത്, അഡോളസൻസ് എന്നുള്ളത്.
ഫിസിക്കൽ ചേഞ്ചസ്, ശാരീരികപരമായ മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത് കൊണ്ട് ഫീൽ സെൽഫ് കോൺഷ്യസ്, അൺകോർഡിനേറ്റഡ്, എംബറാസ്ഡ് ആൻഡ് ഈവൻ കൺഫ്യൂസ്ഡ് ഒക്കെ ആയി മാറുമെന്നാണ് പറയുന്നത്. ആൻഡ് ആൾസോ ദ പിയർ പ്രഷർ, ഒപ്പമുള്ള സംഘങ്ങളിൽ നിന്നുള്ള പ്രഷറും അഡോളസൻസിനെ വളരെയധികം നെഗറ്റീവ്ലി ആൻഡ് പോസിറ്റീവ്ലി ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. സോ പ്രയോറിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്, എന്തെല്ലാം തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസിന്റെ പ്രയോറിറ്റി എങ്ങനെയാണ് വരുന്നത്? ബിഹേവിയർ ചേഞ്ചസ് ആണോ, ഫിലോസഫിക്കൽ ഇന്റർവെൻഷൻ ആണോ, നൺ ഓഫ് ദ അബവ് ആണോ, സബ്സ്റ്റൻസ് അബ്യൂസ് ആണ് അഡോളസൻസ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് ഉള്ളത്? അഡോളസൻസിന്റെ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് പാറ്റേൺസ് ഓഫ് സബ്സ്റ്റൻസ് ട്രാക്സ്, അല്ലെ, മയക്കുമരുന്നിന്റെ ഉപയോഗമാണ്. കുട്ടികൾ സ്കൂളിൽ വരാതിരിക്കുക, അല്ലെ, ഈ മയക്കുമരുന്ന് കഴിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള ലീഗൽ പ്രോബ്ലംസ്, ഫാമിലി ഫ്രണ്ട്ഷിപ്പ് റിലേഷൻസിലുള്ള പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആൽക്കഹോളിക് ഡ്രിങ്കിങ് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ എന്താണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് അഡോളസൻസിനെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെടുന്നത്. സോ ദേ ഹാവ് ദ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. കൗമാരപ്രായത്തിൽ ഈ ജങ്ക് ഫുഡുകളൊക്കെ വല്ലാതെ കഴിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ബോഡി വെയിറ്റ് ഒക്കെ കൂടുന്നു. The most frequent eating disorders are binge eating disorder, bulimia and anorexia. ഈ ഈറ്റിംഗ് ഡിസോർഡർ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവർക്ക് വളരെയധികം സ്ട്രെസ്സും ഹാമും ഒക്കെ എന്ത് ചെയ്യുന്നു, ഉണ്ടാവുന്നു എന്നും പറയുന്നു. ഈ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അവരെ എക്സ്ട്രീം ഹെൽത്ത് ഇഷ്യൂക്ക് എന്ത് ചെയ്യുന്നു, നയിക്കുന്നു എന്നും പറയുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇഷ്യൂസ്. ഈ ബാക്കിയുള്ള സെക്കൻഡ് മൊഡ്യൂളിന്റെ നമുക്ക് ഇപ്പോൾ അഡോളസൻ സൈക്കോളജി എന്നുള്ള പാർട്ട് 10 മാർക്കിന്റെ പാർട്ടില് ആദ്യ ഭാഗം എ പാർട്ടാണ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബി പാർട്ട്, സി പാർട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഉള്ള സ്ലൈഡിൽ അവസാന ചോദ്യം കൂടി നോക്കാം. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഡിഫൈൻസ് അഡോളസൻസ് ഏജ് ഗ്രൂപ്പ് ബിറ്റ്വീൻ 10 to 19 ആണ്. ഓക്കെ, നമുക്കറിയാം 10 മുതൽ 18 വയസ്സ് വരെ നമ്മൾ എഴുതുള്ളൂ. പക്ഷെ എന്താണ് 19 വയസ്സ് വരെയാണ് കൗമാരക്കാരായിട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക. ടീനേജ് അല്ലേ, ടീനേജ്. WHO defines adolescence as a person in the age group of 10 to 19 years and young, the age group 15 to 24 years ആണ് യുവാക്കൾ. So the young people എന്ന് പറഞ്ഞാൽ 10 മുതൽ 24 വയസ്സ് വരെയുള്ള ആളുകളാണ് യങ് പീപ്പിളിൽ ഉൾപ്പെടുന്നത്. These are the problems faced by adolescents. പാർട്ട് എ നമ്മൾ മുഴുവൻ വസ്തുതകളും വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒന്ന് സമയം അധികരിച്ചതുകൊണ്ട് ഞാൻ നിർത്തുന്നു. പാർട്ട് ബി നമുക്ക് വരുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ ലിസണിങ്. If you have any doubts, please ask. No problem. If you have any doubts, you can free to ask. Then after solving your doubts, we have to sign out the class. So if you have any doubts, please ask. Christimol Jacob, 1 second. I will remove my mic. Sir. Okay, ready. പറഞ്ഞോളൂ. നമ്മള് ഈ അഡോളസൻസ് 13 to 19 എന്ന് പറയാറുണ്ടല്ലോ ഏജ്, ശരിയാണോ? 13 to 19 എന്നുള്ളത് നമുക്ക് സാധാരണ രീതിയിൽ 18 വയസ്സ് വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അഡോളസൻസിന്റെ ഏജ് ആയിട്ട് പറയുന്നത്. ബട്ട് ഹിയർ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അഡോളസൻസ് ഏജ് ആയിട്ട് പരിഗണിക്കുന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. 10 to 19 years ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ.
ഇറ്റ്സ് എ പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണത്. WHO അഡോളസൻസ് ഏജ് ആയിട്ട് പരിഗണിക്കുന്ന പ്രായപരിധി എന്നുള്ളത് 19 വയസ്സ് വരെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ സർ. ഓക്കെ സുബൈർ. സുബൈർ ഏതാ സബ്ജക്ട് സുബൈറെ? പിന്നെ SS ബി എഡ് SS. BEdSS അല്ലേ? നിന്റെ വീട് എവിടെയാ? KVR എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഷൊർണൂരാ വീട്? കാവനൂർ. ഷൊർണൂരാ അത്? മലപ്പുറം അരീക്കോടിനടുത്ത്. ഓക്കെ, റെഡി സുബൈർ. ശരി സർ. If you have any other doubts, ക്രിസ്റ്റി പറഞ്ഞോളൂ. ക്രിസ്റ്റി മോൾ ചെക്കപ്പ് ഡൗട്ട് ഇല്ല. If you have any doubts, വെരി ലോങ് ടോപ്പിക് ആണ് ഇന്നത്തെ. നമ്മൾ 2 മണിക്കൂർ കൊണ്ടൊക്കെ തീർക്കേണ്ട ടോപ്പിക്കാണ് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് തീർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റെക്കോർഡഡ് സെക്ഷൻ നിങ്ങൾ വീണ്ടും കേട്ടാൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുകയും പലവട്ടം ആവർത്തിച്ച് കേൾക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമേ ഇത് മനസ്സിൽ എന്ത് ചെയ്യുള്ളൂ, തങ്ങി നിൽക്കുകയുള്ളൂ. കംപ്ലീറ്റ് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, PPT സഹായത്തോടു കൂടി തന്നെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു പോയിന്റ് പോലും വിടാതെ എല്ലാ പോയിന്റ്സും പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഹലോ, ജസ്സി പറയൂ. ഒരു ഡൗട്ട് സാർ, ഈ വോയിസ് ചേഞ്ച് എന്ന് പറയുമ്പോഴേ അത് മ്യൂസിക് അധ്യാപനമാണെന്നാണ് ചോദിക്കുന്നത്. അത് എല്ലാവർക്കും ഒരേപോലെ ഇരിക്കുവോ? അങ്ങനെ സംശയം എനിക്കുണ്ട് കേട്ടോ. ആൺകുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഒരേ ഏജ് തന്നെ ആയിരിക്കണമെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. അതെന്താ വെച്ചാൽ ഡിപ്പെൻഡ് ആയിരിക്കും, മനസ്സിലായോ? ചില ആൾക്കാർക്ക് 8 വയസ്സിൽ തന്നെ വോയിസ് ചേഞ്ച് ആരംഭിക്കാം, ചില ആൾക്കാർക്ക് 14 വയസ്സിലേ ആരംഭിക്കുള്ളൂ. അത് ശാരീരിക ഘടന അനുസരിച്ചായിരിക്കും ഘടനയും അതുപോലെ തന്നെ പാരമ്പര്യ ഘടനയൊക്കെ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. മ്യൂസിക് അധ്യാപകനാ? അതെ. ജെസ്സി ജോണിന്റെ വീട് എവിടെയാ? പൂണിത്തറ അല്ലേ? ഓക്കെ, റെഡി. ഇടയ്ക്ക് ക്ലാസ്സിൽ കാറ്റഗറി 4 സൈക്കോളജി എന്തൊക്കെ വരുന്നോന്നൊന്ന് പറഞ്ഞ ഇടയ്ക്ക് ക്ലാസ്സിലെ. കാറ്റഗറി 4 അല്ലേ? 4 ഏകദേശം ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ എന്തില്ല, നിങ്ങൾക്ക് കാറ്റഗറി 1 and 2 സൈക്കോളജി വേറെ ക്ലാസ് ഇല്ലേ? അല്ല, നമുക്കതില്ല. ഞാൻ 4 ആണ് എഴുതുന്നത് കാറ്റഗറി. അങ്ങനെയല്ലേ? ഞാൻ എന്നോട് കാറ്റഗറി 3 ആണ് എടുക്കാൻ പറഞ്ഞത്. ഇതൊന്നും എന്തിനാവശ്യമില്ല, കാറ്റഗറി 4 ആവശ്യമുള്ള ഒരു ഘടകമല്ല അത്. അല്ല, ഇത് നമുക്ക് കാറ്റഗറി 3 സിലബസിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സാധനമാണ്. അഡോളസന്റ് സൈക്കോളജി എന്ന് പറയുന്ന 10 മാർക്ക് കാറ്റഗറി 3ക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇത് അവർക്ക് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. പക്ഷെ മുന്നേ നമ്മളെടുത്ത ലേണിംഗ് തിയറീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ലേണിംഗ് തിയറീസിനൊക്കെ എന്ത് ചെയ്യാം, 4 കാറ്റഗറിക്കും എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലയാണ്. ലേണിംഗ് തിയറി മുന്നത്തെ ക്ലാസ് ആവശ്യമുള്ളതാണ് കേട്ടോ. മുന്നത്തെ ക്ലാസ് ഒക്കെ ആവശ്യമുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ക്ലാസ് അഡോളസൻസ് അതൊക്കെ ആവശ്യമുള്ളതാണ്. ഇതിലും ഡെവലപ്മെന്റൽ തിയറീസ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ അഡോളസൻസിന്റെ നാച്ചർ ക്യാരക്ടറിസ്റ്റിക്സും പ്രോബ്ലംസും അഡോളസൻസും കാറ്റഗറി 3കാർക്ക് മാത്രമുള്ള ടോപ്പിക്കാണ്. മനസ്സിലായോ? കാറ്റഗറി 3കാരെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നിങ്ങൾ കാറ്റഗറി 4 ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് കാറ്റഗറി 1ന്റെയും 2ന്റെയും സൈക്കോളജി ക്ലാസ്സസ് ഉണ്ടാവും വേറെ. അതിൽ ജോയിൻ ചെയ്യാണ് കാറ്റഗറി 4 ഒന്നും കൂടി ഇതാവുക. ഓക്കെ. If you have any other doubts, dear students, if you have any other doubts, please free to ask. It's very huge topic. It's very beneficial for your category 3 preparation for KTET examination. Clear ആണ് sir. Clear ആണ്? Okay, ready.
ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. So let's wind up this section. Thank you. Keeping the rest of the day. Virtual recorder 1. Virtual recorder 1. Top button off the left face.